പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സതീശൻ ആരെന്ന് എ.പി. അനിൽകുമാർ ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതി കോൺഗ്രസുകാർക്ക് അഭയകേന്ദ്രമല്ലാതായെന്നായിരുന്നു ശൂരനാട് രാജശേഖരന്റെ വിമർശനം. കെ.സി. വേണുഗോപാൽ ഇടപെട്ടാണ് തർക്കം അവസാനിപ്പിച്ചത്. കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പാർട്ടിയെ നയിക്കുന്ന 3 പ്രധാന നേതാക്കൾക്കിടയിലെ ഐക്യമില്ലായ്മയിൽ സഹികെട്ടാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ ഒന്നാകെ വിമർശനം നടത്തിയത്. ഇങ്ങനെ പോയാൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. നേതാക്കളുടെ തമ്മിലടി പാർട്ടി പ്രവർത്തകരിൽ മടുപ്പുണ്ടാക്കുന്നു. യോജിച്ചു പോകാൻ തിരുത്തലുകൾ വേണം. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയടക്കം പാർട്ടിക്ക് ദോഷം ചെയ്തെന്ന വിമർശനം ആദ്യം ഉന്നയിച്ചത് മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ. പാർട്ടിയെ നയിക്കുന്നവർക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് തോന്നിപ്പിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം വേണമെന്ന ആവശ്യവും യോഗത്തിലുണ്ടായി. നേതാക്കൾക്കിടയിൽ ഐക്യമില്ലെങ്കിൽ കേരളത്തിന്റെ സംഘടനാ ചുമതല ഒഴിയാമെന്ന കടുത്ത നിലപാട് ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചു. പറഞ്ഞാൽ തീരാത്ത പ്രശ്നം